നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ കാണാത്ത കേൾക്കാത്ത ആ അത്ഭുത സത്യങ്ങൾ തേടിയുള്ള ഇന്നത്തെ യാത്രയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ വലിയ ഗോപുരമുള്ള സ്വർണ്ണ കൊടിമരങ്ങളുള്ള കോടികൾ വിലമതിക്കുന്ന വിഗ്രഹങ്ങളുള്ള മഹാക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആരാധിക്കാൻ ഒരു വിഗ്രഹം പോലുമില്ലാതെ, നാലമ്പലമില്ലാതെ, വെറും മൺതറകളിൽ പ്രകൃതിയെ മാത്രം ദൈവമായി ആരാധിക്കുന്ന ഒരു പുണ്യഭൂമി നമ്മുടെ കേരളത്തിലുണ്ട്. അതാണ് കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഇവിടെ പൂജാരിമാരില്ല, ഉത്സവത്തിന് ആന എഴുന്നള്ളത്തുമില്ല. പക്ഷേ മിഥുനമാസത്തിലെ കടും ചൂടിലും ലക്ഷക്കണക്കിന് മനുഷ്യർ കയ്യിൽ വാളും പരിചയമേന്തി ഇവിടെയുള്ള ചെളിപ്പാടത്തിറങ്ങി ചരിത്രപ്രസിദ്ധമായ ഒരു പ്രതീകാത്മക യുദ്ധം പുനഃസൃഷ്ടിക്കാറുണ്ട്. എന്താണ് ഈ മണ്ണിലെ അത്ഭുതം? ഈ ക്ഷേത്രം ഇവിടെ എങ്ങനെ ഉണ്ടായി? ഇവിടുത്തെ വായുവിൽ പോലുമുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയുടെ രഹസ്യം എന്താണ്? ഓച്ചിറയുടെ ആരും പറയാത്ത ചരിത്രവും ഐതിഹ്യവും വളരെ വിശദമായി ഇന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓച്ചിറയിൽ എങ്ങനെയാണ് ആരാധന തുടങ്ങിയത് എന്നതിനെക്കുറിച്ച് പ്രധാനമായും രണ്ട് വലിയ ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതിലേറ്റവും മനോഹരമായ ഒന്നാമത്തെ കഥ നിഷ്കളങ്കനായ ഒരു വേലക്കാരൻ്റെ ഭക്തിയെക്കുറിച്ചുള്ളതാണ്. പണ്ട് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന വലിയ ജ്ഞാനിയായ ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ പാക്കനാർ എന്ന സമുദായത്തിൽപ്പെട്ട ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു. യജമാനൻ എപ്പോഴും കണ്ണടച്ചിരുന്ന് പരബ്രഹ്മമേ പരബ്രഹ്മമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഈ വേലക്കാരൻ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം വലിയ അറിവൊന്നുമില്ലാത്ത ആ വേലക്കാരൻ തൻ്റെ യജമാനനോട് ചോദിച്ചു, അങ്ങ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ പരബ്രഹ്മം എന്നാൽ ആരാണ്? അദ്ദേഹം കാണാൻ എങ്ങനെയിരിക്കും? അപ്പോൾ യജമാനൻ അവനെ കളിയാക്കിക്കൊണ്ട് മറുപടി നൽകി, അതൊരു വലിയ കറുത്ത മാടൻ കാളയെ പോലെയാണ്. നിഷ്കളങ്കനായ ആ വേലക്കാരൻ അത് ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപമാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചു. അവൻ തൊട്ടടുത്ത കാട്ടിലിരുന്ന് പരബ്രഹ്മമേ എൻ്റെ മുന്നിൽ വരൂ എന്ന് അത്രമേൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ്റെ നിഷ്കളങ്കമായ ഭക്തിയിൽ പ്രസാദിച്ച ഈശ്വരൻ അവൻ വിശ്വസിച്ചതുപോലെ ഒരു കറുത്ത കാളയുടെ രൂപത്തിൽ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വേലക്കാരൻ ഓടിച്ചെന്ന് യജമാനനോട് പറഞ്ഞു, ദാ അങ്ങ് പറഞ്ഞ കാള പുറത്തു നിൽക്കുന്നു. അവിശ്വാസത്തോടെ പുറത്തു വന്ന യജമാനന് കാളയെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ വേലക്കാരൻ കാളയുടെ വാലിൽ പിടിച്ചപ്പോൾ യജമാനന് ആ ദിവ്യ ചൈതന്യത്തിൻ്റെ ഒരു മിന്നലാട്ടം ദർശിക്കാൻ കഴിഞ്ഞു. ആ പരബ്രഹ്മ ചൈതന്യം ഭൂമിയിലേക്ക് അപ്രത്യക്ഷമായ മണ്ണാണ് ഇന്നത്തെ ഓച്ചിറ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദൈവത്തിന് നിശ്ചിത രൂപമില്ലെന്നും ഭക്തൻ ഏതു രൂപത്തിൽ വിളിച്ചാലും ദൈവം ആ രൂപത്തിൽ തുണയ്ക്കും എന്ന വലിയ തത്വമാണ് ഈ കഥയിലൂടെ വ്യക്തമാകുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഐതിഹ്യം പരിശോധിച്ചാൽ അത് കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത നാടകകൃത്തായ ശക്തിഭദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം തൻ്റെ ആശ്ചര്യ ചൂടാമണി എന്ന നാടകം പൂർത്തിയാക്കിയ ശേഷം അത് മറ്റുള്ളവർക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പവിത്രമായ സ്ഥലം തിരഞ്ഞു നടന്നു. ഒടുവിൽ പ്രകൃതി ഭംഗി നിറഞ്ഞതും വലിയ ആത്മീയ ഊർജം ഉള്ളതുമായ ഈ പുണ്യഭൂമിയാണ് അദ്ദേഹം നാടകം അവതരിപ്പിക്കാനായി തിരഞ്ഞെടുത്തത്. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഓച്ചിറ എന്ന പേര് വരാൻ കാരണം ബുദ്ധമത പശ്ചാത്തലം ആണ് എന്ന് കാണാം. പണ്ടുകാലത്ത് ഓശന്മാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ബുദ്ധമത സന്യാസിമാരും ബുദ്ധമത ഗുരുക്കന്മാരും വസിച്ചിരുന്ന ഇടമായിരുന്നു ഇത്. ഓശന്മാരുടെ ചിറ, അതായത് വലിയ ജലാശയമുള്ള സ്ഥലം എന്നതിൽ നിന്നാണ് ഈ പ്രദേശം ഓച്ചിറ എന്ന പേര് ലഭിച്ചതെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. പിൽക്കാലത്ത് ബുദ്ധമത കേന്ദ്രമായിരുന്ന ഈ സ്ഥലം ഹിന്ദു ആത്മീയതയുടെ വലിയൊരു കേന്ദ്രമായി മാറുകയായിരുന്നു. കേവലം ഐതിഹ്യങ്ങൾ മാത്രമല്ല
ഓച്ചിറയ്ക്ക് വലിയൊരു രാഷ്ട്രീയ ചരിത്രവുമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ കായംകുളം രാജാവും തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്നിരുന്നു. അക്കാലത്ത് കായംകുളം രാജാവിന്റെ സൈനികർ യുദ്ധമുറകൾ അഭ്യസിച്ചിരുന്ന വലിയൊരു കളരിയുണ്ടായിരുന്നു ഈ ഓച്ചിറ മൈതാനം. കായംകുളം രാജാവിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന പടയാളികൾ കഠിനമായ വ്രതമെടുത്ത് കളരികളിൽ നിന്നും ആയോധന മുറകൾ പഠിച്ച് പടനിലത്തേക്ക് യുദ്ധത്തിനായി ഇറങ്ങുമായിരുന്നു. ജാതിമത ഭേദമന്യേ അന്ന് കായംകുളം രാജാവിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു പോരാടിയ വീരമണ്ണാണിത്. കായംകുളം തിരുവിതാംകൂറും തമ്മിൽ നടന്ന ആ ചരിത്ര പ്രസിദ്ധമായ യുദ്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നും നമ്മൾ കാണുന്ന ഓച്ചിറക്കളി എന്ന മഹോത്സവം. ഇവിടുത്തെ മറ്റൊരു വലിയ ഉത്സവമാണ് 28-ാം ഓണത്തോട് അനുബന്ധിച്ച് നടക്കുന്ന കാളകെട്ട് മഹോത്സവം. അന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൈക്കോലും തുണിയും കൊണ്ടുവന്ന് ഉണ്ടാക്കിയ ഭീമാകാരമായ കെട്ടുകാളകളെ ഭക്തർ പടനിലത്തേക്ക് എത്തിക്കുന്നു. അതിനുശേഷം മിഥുനമാസം 1-ാം തീയതിയും 2-ാം തീയതിയും നടക്കുന്ന ഓച്ചിറ കളികളിൽ വ്രതശുദ്ധിയോടെ എത്തുന്ന യോദ്ധാക്കൾ കായലിൽ മുങ്ങി നിവർന്ന് കയ്യിൽ ആയുധങ്ങളുമായി ചെളി നിറഞ്ഞ പാടത്തേക്ക് ഇറങ്ങി പരസ്പരം ഏറ്റുമുട്ടുന്നു. ഈ അത്ഭുത ദൃശ്യം കാണാൻ വിദേശത്തു നിന്നുൾപ്പെടെ 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ എത്താറുള്ളത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് വരാം. ഓച്ചിറയിൽ എത്തുന്ന ഭക്തർക്ക് ലഭിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി എന്താണ്? നിങ്ങൾ ഓച്ചിറയിലെ പടനിലത്ത് വന്ന് ആ വലിയ ആൽമര ചുവട്ടിൽ അല്പസമയം കണ്ണടച്ചിരുന്നാൽ മനസ്സിലാകും അവിടുത്തെ അന്തരീക്ഷത്തിന് ഒരു പ്രത്യേക ശാന്തതയുണ്ട്. അവിടെ പ്രകൃതി തന്നെയാണ് ദൈവം. നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് മനുഷ്യർ വന്ന് പ്രാർത്ഥിച്ച ഭക്തിയുടെ തരംഗങ്ങൾ ആ മണ്ണിലും ആ വലിയ ആൽമരങ്ങളിലും ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർ പോലും പറയുന്നത്. ജാതിയുടെയോ മതത്തിന്റെയോ വേലിക്കെട്ടുകളില്ലാതെ എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയോടെ മനുഷ്യർ ഒത്തുകൂടുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് കൂട്ടായ്മയുടെ ഊർജം ജനിക്കുന്നു. രോഗശാന്തിക്കായും മനസ്സിന്റെ സമാധാനത്തിനായും ഇവിടെ വന്ന് ദിവസങ്ങളോളം ഭജനമിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടുത്തെ മണ്ണ് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയുമാണ്. സുഹൃത്തുക്കളെ, രൂപമില്ലാത്ത ദൈവത്തെ പ്രകൃതിയിലൂടെ ദർശിക്കാൻ പഠിപ്പിച്ച മഹാ അത്ഭുതമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നേരിട്ട് പോയി കണ്ടിരിക്കേണ്ട ഒരു വലിയ ആചാരമാണിത്. നിങ്ങൾ ഓച്ചിറയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദേശീയപാത 66 വഴി കായംകുളത്തിനും കരുനാഗപ്പള്ളിക്കുമിടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. കൃത്യമായ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഓച്ചിറയെക്കുറിച്ചുള്ള ഈ ഒരു വലിയ ഡോക്യുമെന്ററി ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള അപൂർവ സത്യങ്ങൾ തേടിയുള്ള മറ്റൊരു മനോഹരമായ യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.